ഉച്ചയ്ക്ക് ചോറ് തിന്നാനെടുത്തപ്പോഴത്തേനും കുഞ്ഞിപ്പെണ്ണ് എണീറ്റ് കരഞ്ഞു കേട്ടോ. അപ്പോഴേക്കും ഞാൻ ആ ചോറ് അവിടെ വെച്ചിട്ട് അതേപോലെ കറിയും ചൂടാക്കാൻ അടുപ്പത്ത് വെച്ചിട്ട് കുഞ്ഞിപ്പെണ്ണിൻ്റെ പാൽ കൊടുക്കാൻ പോയതാ. തിരിച്ച് വന്നപ്പോഴത്തേനും കറി ഇങ്ങനെ അടുക്കി പിടിച്ചിരിക്കണു. കരിഞ്ഞു പോയെന്ന് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാൻ മറന്നുപോയി. അപ്പോട്ടെ ബാക്കിയുള്ള കറികളൊക്കെ കൊണ്ട് ഞാൻ ചോറുണ്ട് കേട്ടോ. എന്നാലും ഞാൻ ആ കറി കളഞ്ഞില്ല, കരിഞ്ഞ കറി ഞാനത് കഴിച്ചു. നമുക്കത് പാരൻസ്, അതായത് വീട്ടമ്മമാർ അങ്ങനെയാണല്ലോ. പിന്നെ ഞാൻ വൈകുന്നേരം ആയപ്പോഴത്തേനും വേഗം ഞാനൊരു ഇലയട ഉണ്ടാക്കി, കുറച്ച് ശർക്കരയും അതേപോലെ തേങ്ങാപ്പീര എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് തേച്ച് കൂട്ടി ഒരു ഒരു എളുപ്പപ്പണി അട. അപ്പോൾ അതാ ഞാൻ നോക്കിയപ്പോൾ എന്തോ ശബ്ദം കേട്ട് നോക്കിയപ്പോൾ ഈ ചെക്ക് എന്താ മേളിൽ കയറിയിരുന്ന് വെള്ളം കുടിക്കണോ. അവർ മേളിൽ കയറുന്ന വെള്ളം കുടിച്ചാൽ ചിലപ്പോൾ ഇറങ്ങുള്ളായിരിക്കും. ഞാൻ വഴക്ക് പറഞ്ഞ് അവിടെ നിന്ന് താഴെ ഇറക്കി. ഞാൻ വേഗം മാങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്നു, നല്ല പഴുത്ത മാങ്ങ. അപ്പോൾ അത് ഞാൻ വേഗം ഷേക്ക് അടിച്ചു. എന്നെ കുട്ടി ഇതാ ലഞ്ച് ബോക്സ് ഒക്കെ കഴുകാണത് ശർക്കര ഉരുക്കിയത് ബാക്കി വന്നാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ വരുമ്പോഴേക്കും ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് കയറ്റി വയ്ക്കും. അപ്പോൾ അതാ ഡെയിലി പരാതിയുള്ള ഒരു കാര്യമാണ്, കറി മുഴുവൻ കഴിച്ചിട്ടില്ല മായ ചെറുക്കൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ കൊണ്ടുപോയ കറിയൊക്കെ കാണിക്കുകയാണ്. അപ്പോൾ അതാ അങ്ങനെ ജോക്കൂട്ടനോട് ചോദിച്ചപ്പോൾ എനിക്ക് വേണ്ടായിരുന്നു അമ്മ, ഞാൻ ചോറ് മുഴുവൻ തിന്നു, കറിയേ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ചായ കുടിക്കാൻ